ഓക്കെ ബൈ 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 ബൈ. നമ്മൾ സൈഗണിൽ താമസിച്ച ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ. 12:50 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത നമ്മുടെ ആ ഹോസ്റ്റിലെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ടല്ലോ, ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല, അപ്പോൾ നമുക്ക് ബസ്സിന് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിയർ ബൈ നമുക്ക് ബസ് കിട്ടും. ബസ്സിലാകുമ്പോഴത്തേക്ക് 10,000 ഡോങ്, അതായത് ഏകദേശം ഒരു 30 രൂപയ്ക്ക് അടുത്ത് വരും. നേരെ എയർപോർട്ടിനകത്ത് ഇറങ്ങുകയും ചെയ്യാം. AC ബസ് വരും. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് പോവാം. ഇന്നലെ ഞാൻ കാണിച്ചെന്ന ആ സെയിം അലീസ് തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാം വീടുകളാണ്. ഈ വീടുകളെല്ലാം മുകളിലത്തെ നിലയിലും അതേപോലെ എക്സ്ട്രാ ഉള്ള റൂംസും എല്ലാം ഇതേപോലെ പേയിങ് ഗസ്റ്റിനാക്കി ഇവർ കൊടുത്തിട്ട് ഇവിടുത്തെ സ്ത്രീകളുടെ പ്രധാന ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ അത്. അതെല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന ഈ പറഞ്ഞ ഗസ്റ്റ് ഹൗസും ഇതേപോലെ ഒരു വീടാണ്. അതിൻ്റെ ഹോസ്റ്റും അവരെല്ലാം താഴെ തന്നെയാണ് താമസിക്കുന്നത് ഫാമിലിയോട് കൂടി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഐറ്റം ബാൻമി ഉണ്ട്. പക്ഷേ രാവിലെ വീണ്ടും ബാൻമി കഴിക്കാനായിട്ട് ഞാൻ വൈകിട്ട് നല്ല ട്രൈ ചെയ്തായിരുന്നു. നമുക്ക് രാവിലെ ജസ്റ്റ് നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൂഡിൽസ് സൂപ്പ് ഏതെങ്കിലും ഒരെണ്ണം പറയാം. സാധനം അതുപോലെ ഇംഗ്ലീഷില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഫോട്ടോ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്യാം. ഫോർക്കില്ലാത്ത ഒരു ഐറ്റം പോലും ഇല്ല കേട്ടോ. ഞാൻ അവസാനം ലാസ്റ്റ് ഉണ്ടായിരുന്ന സാധനമാണ് നൂഡിൽസ് സൂപ്പ് വിത്ത് പ്രോൺ ആൻഡ് എഗ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റത്തിനകത്തും ഒന്നുകിൽ അവർ ബീഫ് അല്ലെങ്കിൽ പോർക്കായിരിക്കും. ഞാൻ പോർക്ക് കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഇതിന് ഞാൻ എഗ്സും പ്രോൺസും വെച്ചിട്ടുള്ള സാധനം ഓർഡർ കൊടുത്തു. എന്തായാലും വന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് കേട്ടോ സാധനം. ഓക്കെ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഞങ്ങളൊക്കെ ഇതിനകത്തിട്ട് അടച്ചു വെച്ചിരിക്കാം കേട്ടോ. ഞാൻ അതാണ് നോക്കുന്നത്, ഇവരെപ്പോഴാണ് ഇത് സ്ഥലത്ത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം. ഭാഗ്യം കേട്ടോ, ഇതിനകത്ത് അവർ ബീഫും ഇട്ടിട്ടില്ല, പോർക്കും ഇട്ടിട്ടില്ല. എന്തായാലും നന്നായി. ഇതിന് 65K ആണ്. 65K 65,000 രൂപയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ മണി ഒരു 200 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ കേട്ടോ. എല്ലാം ഈ എമൗണ്ട് പറയുമ്പോൾ നമ്മളായിരിക്കും വലിയ എമൗണ്ട് ആവുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് എല്ലാം സെയിം ആണ്. കാരണം ഒരു രൂപ വെള്ളം ഞാൻ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് മേടിച്ചാൽ 5,000 ആയിരുന്നു. 5,000 ഞാൻ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം വരുന്നത് 17 രൂപ വരത്തുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കഴിക്കാൻ പറ്റുന്ന പാടുമുണ്ട്. അപ്പം എനിക്കൊരു ഫോർക്ക് തന്നു കേട്ടോ. കൊള്ളാം കേട്ടോ. പ്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. കൊള്ളാം, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കഴിച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ചോസ്റ്റിക്ക് തുടങ്ങിയിട്ട് അവസാനം ഞാൻ ഫോർക്കിലെത്തി മൊത്തം തീർന്നു. നമ്മള് ബസ് സ്റ്റാൻഡ് ഉണ്ടോ, നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. ഇവിടുന്ന് 109 എന്നുള്ള ബസ്സിൽ കയറിയിട്ട് നേരെ നമുക്ക് എയർപോർട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 109 ബസ് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇവിടെ തന്നെ വരുമെന്നാണ് പറഞ്ഞു കേട്ടോ. 109 എല്ലാം നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ. എല്ലാം എയർ കണ്ടീഷൻ്റെ ബസ്സാണ്. സ്റ്റാൻഡിൽ തന്നെ അറേഞ്ച്മെൻറ്റ് തന്നെ കണ്ടില്ല, എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 109 എന്നാണ് പറഞ്ഞത്, ഇതുവരെ വന്നില്ല. നമുക്ക് നോക്കാം. കയറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സീറ്റ് ഉണ്ടോ. ഇവിടെ വിയറ്റ്നാമിൽ പരിചയപ്പെട്ട 2 പേരാണ് കേട്ടോ. ഇവരിന്ന് നമ്മുടെ രാജ്യത്ത് താജ്മഹൽ കാണാൻ വേണ്ടി വരുവാണ്. ഇവർക്ക് ഇന്ന് നൈറ്റിലാണ് ഇവിടെ ഫ്ലൈറ്റ് വരുന്നത്. ഓക്കെ, ഹായ്. ബസ് പിടിച്ച് എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ അതെ ടാക്സിയിൽ കയറി കേട്ടോ. കാരണം അവിടെ നിന്നിട്ട് 109 ബസ് വന്നില്ല. ഇനിയും ലേറ്റായി ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്ന ഫ്ലൈറ്റ് അങ്ങ് പോകും. അതുകൊണ്ട് പിന്നെ ഗ്രാബ് ബുക്ക് ചെയ്ത് ഗ്രാബിനകത്ത് കയറി. കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തി കേട്ടോ. ബസ് വിളിച്ച് നമ്മളവിടെ കാത്തു നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് വിയറ്റ്ജെറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ വിയറ്റ്ജെറ്റിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നാണ് ഹനോയ്ക്ക് ഫ്ലൈറ്റ് 12:50. അപ്പോൾ നമുക്ക് അകത്ത് ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമേ. എല്ലാവരും ജാക്കറ്റൊക്കെ ധരിച്ചാൽ നിൽക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട്. 19 ഡിഗ്രി ഇന്തേ ഉള്ളൂ കേട്ടോ ഗ്രൗണ്ടിലെ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിനി എപ്പോഴത്തെ പോലെ ഗ്രാബ് വിളിച്ച് നേരെ നമുക്ക് റൂമിലേക്ക് പോകാം. ഹനോയ് ഗോൾഡൻ ഹോസ്റ്റൽ എന്നാണ് കേട്ടോ റൂമിൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്തെല്ലാം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ഹോസ്റ്റലിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിവിടെ. ഹാലോംബേക്ക് എങ്ങനെ പോകുന്നു ഇവിടെ മറ്റന്നാളത്തേക്കാണ് ഹാലോംബേ ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് നോക്കാം. ഇവിടെ ഇനി എന്തും തണുപ്പാണെന്ന് പറഞ്ഞുകൂടാ.
നമ്മളത് അതാണ് കേട്ടോ ഹനോയ് ഗോൾഡൻ ഹോസ്റ്റൽ. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്. ഞാൻ ഹോസ്റ്റൽ ബെഡല്ല, ഞാൻ റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് നോക്കാം. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, എനിക്ക് നിൽക്കാൻ വയ്യ. ഇവിടെ എല്ലാവരും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് എനിക്ക് സെറ്റർ വാങ്ങിച്ചു പറ്റും. ഇവിടെ എല്ലാ ഷോപ്പുകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അകത്ത് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി ലഗേജൊക്കെ വെച്ചിട്ട് നോക്കാം. നമ്മൾ ബുക്കിംഗ് ഐ ഡിക്ക് ഇവിടെ കാണിച്ചിട്ട് പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്യാനുണ്ടോ. ഇതൊരു ഹോസ്റ്റലാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബങ്ക് റൂംസൊക്കെ അല്ല ബങ്ക് ബെഡുണ്ട്, റൂംസ് അല്ല. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമാണ്. ബങ്ക് ബെഡൊക്കെ വളരെ ചീപ്പ് റേറ്റാണ് കേട്ടോ. എനിക്കൊന്നൊരു ഇന്ത്യൻ മണി 300 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ 3 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് എറൗണ്ട് 4500 എന്തോ ആണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് റൂം അകത്ത് കയറി നോക്കിയിട്ട് റൂമിൻ്റെ റിവ്യൂ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എവിടെ റൂം വന്നാലേ അവർ നമുക്കൊരു മാപ്പ് തരും. ആ മാപ്പിനകത്ത് ഇവിടെ നിയർ ബൈ കിട്ടുന്ന ഫുഡ്, റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. ഇത് ഹോസ്റ്റലിലെ റൂമാണ്. നമ്മൾ മറ്റിടത്ത് താമസിച്ച അത്ര സെറ്റപ്പൊന്നുമില്ല, കുഴപ്പമില്ല. ബെഡ് ഇച്ചിരി വലുതാണ്. പിന്നെ സീനറിയൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് ഇൻറ്റീരിയറൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെ ഒരു AC ഉണ്ട്, ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. ടോയ്ലറ്റ് ഇതേ നമ്മുടെ പണ്ടത്തെ 2ആയിട്ട് തുറക്കുന്ന ഒരു ടോയ്ലറ്റാണ്, കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ. ഞാൻ കുറച്ച് വന്നിട്ട് കുറച്ചൊന്ന് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഇപ്പോൾ സമയം നോക്കിയപ്പോഴത്തേക്ക് 7 മണിയായി. സമയം നോക്കിയപ്പോഴത്തേക്ക് 7 മണിയായി. ഇപ്പോൾ നല്ല തണുപ്പാണ്. സെറ്റർ മേടിച്ചേ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഇവിടെ ഭയങ്കരമാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് എന്തായാലും ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചോക്ലേറ്റ്സും സീസൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ. എന്തുമാത്രം ചോക്ലേറ്റൊക്കെ നോക്കി. ഇതൊക്കെ എല്ലാം റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇങ്ങനെ ഇത് കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ്. നമുക്ക് ആദ്യം കോട്ടൊന്ന് വാങ്ങാം. നല്ല തണുപ്പ്. ഓർഡർ നോക്കി വെച്ചിട്ട് പോകാം കേട്ടോ. ഞാൻ അലീസാണ് വന്നത്. തിരിച്ചിടുമ്പോൾ തെറ്റിപ്പോതിരിക്കാനായിട്ട് അവിടെയുള്ള എന്തെങ്കിലും പേര് നോക്കി വെച്ചിരിക്കാം. എന്താ ബിൽറ്ററ്റ് ഉണ്ട്. ഇവിടുത്തെ ഒരു ജാക്കറ്റൊക്കെ വെക്കുന്ന കടയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം. ഇതൊക്കെ 200,000 ഡോങ് ആണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 200,000 ആകുമ്പോൾ നമ്മളൊരു 1000 സംതിങ് വരുമെന്ന് തോന്നുന്നു. 1000 രൂപയ്ക്കകത്തേ വരുള്ളൂ. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. 200,000 ഡോങ് എന്ന് വെച്ചാൽ ഏകദേശം 680-700 രൂപ ആവുന്നുള്ളൂ കേട്ടോ ഇന്ത്യൻ മണി. അപ്പോൾ അതിനൊക്കെ ഈ ജാക്കറ്റൊക്കെ വർത്താണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരെണ്ണം മേടിക്കാം. നടന്ന അലീസിൻ്റെ ഇങ്ങനെ അറ്റത്തെത്തി കേട്ടോ. നമ്മൾ തായ്ലൻഡിലെ പോലെ ഇവിടെ ബാർഗൈനിങ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ അല്ല. അതുകൊണ്ട് അവർ നമ്മൾ ചോദിക്കുന്ന എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ ഒരു ജാക്കറ്റ് മേടിക്കാം കേട്ടോ. എന്നിട്ട് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇഷ്ടം പോലെ ചോക്ലേറ്റ് കളറാണ് കേട്ടോ. ആ 2 ഭാഗത്തും ഇത് കുറേ അലീസുണ്ട്. ഇവിടെ മൊത്തം ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ സാധനം കണ്ടാ കേട്ടോ. അങ്ങോട്ട് പോയിട്ട് കേട്ടോ വെറൈറ്റി സാധനങ്ങൾ ദൂരം ഭംഗി. മൈഗോഡ്, ഇതാണ് തോന്നുന്നു ഒരു സ്ട്രീറ്റ്. ഇതൊരു നമ്മുടെ നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ നൈറ്റ് മാർക്കറ്റ്. ആ ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു ഫീൽ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമേ. ഇത് റോഡായിരുന്നു തോന്നുന്നുണ്ടോ. ഈ സമയത്ത് ഇപ്പോൾ നൈറ്റ് മാർക്കറ്റ് ആയതാണ്. ഇവിടെ ജാക്കറ്റ് കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും അല്ലേ. ജസ്റ്റ് നോക്കിയിട്ട് വരാം. എനിക്ക് തോന്നുന്നേ ഇതെല്ലാം ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ഇത് 7 മണി ആവാറായതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് ഇവരിവിടെ ഇതെല്ലാം നൈറ്റ് മാർക്കറ്റായിരിക്കും. ഇപ്പോൾ ഡെയിലി ഇവർ റോഡായിരുന്നു കേട്ടോ, നോർമൽ റോഡായിരുന്നു. അതിനിപ്പോൾ ഇവർ മാർക്കറ്റാക്കി മാറ്റിയതാണ്. ഇനി ഇതിൽ വണ്ടി പോകത്തില്ല. എന്നാലും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം ആക്റ്റീവായിട്ട് വരത്തുള്ളൂ. ഇവിടെ ഒരെണ്ണം കണ്ടല്ലോ. ഇതൊക്കെ 150K ഉള്ളൂ. 150 300 രൂപയുടെ അടുത്ത് വരും. ഇവിടെ പോയി നോക്കാം. ഇവരുടെ ഒരു സെറ്റപ്പ് ഉണ്ടോ. ഇനി ഈ രാത്രി ഇവിടെ മൊത്തം ഈ പറഞ്ഞ പോലെ സ്റ്റാളുകളാണ്. അതായത് പകൽ റോഡായിരുന്ന ഈ ഭാഗം മൊത്തം ഇനി നൈറ്റിൽ മാർക്കറ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ വണ്ടികളെല്ലാം ഇവിടെ ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് വാക്ക് ചെയ്യാനും ഫുഡും കഴിക്കാം. അതേപോലെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാം. അടിപൊളി ഐഡിയ അല്ലേ. ഇപ്പോൾ ചേച്ചി എടുത്ത് മാങ്ങ ഇരിക്കുന്നു കേട്ടോ. ജസ്റ്റ് മാങ്ങ മേടിച്ചിട്ട് കഴിച്ചു നോക്കിയാലോ. ഞാനൊരു ചിക്കൻ്റെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എന്ന് പറയുമ്പോൾ 20K ആണ്. 20K എന്ന് പറഞ്ഞപ്പോൾ എത്ര രൂപ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വളരെ ചീപ്പ് എമൗണ്ടാണ്. 100 രൂപയ്ക്കകത്തൊക്കെ വരും. 100 രൂപയൊന്നും ആവത്തില്ല തോന്നുന്നു. 50 രൂപ എന്തെങ്കിലും ആവത്തുള്ളൂ. എനിക്കിത് ഇരിക്കാനായിട്ട് ഇവിടെ സീറ്റ് ഇങ്ങനെ ചെറിയ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടില്ലേ, അത് കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ ചേച്ചി അത് ചൂടാക്കിയിട്ട് തരും. ഇവിടെ എല്ലാം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഞാനത് വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ചേച്ചിയിൽ ഒരു ജ്യൂസും കൂടെ മേടിച്ചു കേട്ടോ. ജ്യൂസ് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ പാഷൻ ഫ്രൂട്ടാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. ഈ അടിയിലിരിക്കുന്ന സാധനം ലെമൺ ടീ ആണ് കേട്ടോ. ഞാനിത് ഈ മഞ്ഞ കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് പറഞ്ഞത്. ഫുഡ് ഇതിന് വന്നിട്ട് 60,000 കേട്ടോ.
അപ്പോൾ ഒരുപാട് നേരം കറങ്ങിയിട്ട് അവസാനം ഞാൻ ഒരു കുട്ടി മോഡൽ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. തണുപ്പായതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇനി നേരെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ ഹനോയുടെ ആക്ടിവിറ്റീസിന് പോവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.